അപ്പോൾ മക്കളെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നത് അല്ലേ, ഇറാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൽ വേറെ ഒന്നും കൂടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ നോക്കിക്കാൻ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ അല്ലേ റൂട്ട് ഓഫ് നമുക്ക് പറയാം റൂട്ട് ഓഫ് 3 ഇൻറ്റു റൂട്ട് ഓഫ് 2 എന്ന് വെച്ചാൽ നമുക്കറിയാം കോമൺ ആണ് റൂട്ട്. അപ്പോൾ റൂട്ട് ഓഫ് 3 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ, 3 ഇൻറ്റു 2 റൂട്ട് ഓഫ് 6 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിച്ചൊരു കാര്യമാണ് അല്ലേ, ഓക്കെയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു നമ്പറിൻ്റെ റൂട്ട് കിട്ടി അതിനെങ്ങനെയാണ് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതായത് നേരെ ഓപ്പോസിറ്റ്. അതായത് 6നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ, നേരെ തിരിച്ച് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെയാണ്. അതുപോലെ വേറൊരു എക്സാമ്പിളും നോക്കാം. റൂട്ട് ഓഫ് 32 ഇങ്ങനെ നമുക്ക് എഴുതാം. സ്പ്ലിറ്റ് ചെയ്യാൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 32ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്ന ഫാക്ടർ ഇപ്പോൾ നമുക്കറിയാം 16 ഇൻറ്റു 2 32 ആണ് അല്ലേ, 16 ഇൻറ്റു 2. അതായത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അതിൽ വരാൻ പറ്റും എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 16 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 16 ഇൻറ്റു റൂട്ട് 2. ഇവിടെ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ് നമുക്കറിയാം, 4 റൂട്ട് 2 കണ്ടോ. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ പറയാം. റൂട്ട് 50 നമുക്ക് എങ്ങനെ കൊടുക്കാം? റൂട്ട് 50 എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 25 ഇൻറ്റു 2 അല്ലേ, 25 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ റൂട്ട് 25 ഇൻറ്റു റൂട്ട് 2 കണ്ടോ. റൂട്ട് 25 5 ആണ്, 5 റൂട്ട് 2. സിമ്പിളായിട്ട് നമ്മളതിനെ ചെറിയ ഫോമിലാക്കിയിട്ട് എഴുതും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂള് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.